എന്തു പറ്റി മുത്തശ്ശി? ഒന്നുമില്ല മോളെ. നന്ദിയും കടപ്പാടും പറഞ്ഞിട്ടും അങ്ങ് തീരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കേ. നവീന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ എത്ര ശ്രമിച്ചതാ മോള്. പക്ഷേ നവീൻ താലി ചാർത്തിയതും സത്യസന്ധമായി സ്നേഹിച്ചതും നിന്നെ തന്നെയാ. നിങ്ങൾ ഒന്നിച്ചുള്ള ജീവിതമേ ശാശ്വതമാവൂ എന്ന് എത്ര പൂജാരിമാരാ പറഞ്ഞത്. എന്നിട്ടും ചിലര് വിശ്വസിച്ചു നിങ്ങളെ തമ്മിൽ അകറ്റാൻ പറ്റും, നിന്റെ സ്ഥാനത്ത് മറ്റൊരാൾക്ക് കയറിയിരിക്കാൻ പറ്റുമെന്നൊക്കെ. പക്ഷേ ദൈവങ്ങൾ സമ്മതിച്ചു കൊടുക്കണ്ടേ? നവീൻ നിന്റെ കഴുത്തിൽ താലി വെച്ച സമയത്ത് അനുഗ്രഹങ്ങളുമായി കൂടെ നിന്ന ദൈവങ്ങള് ആ കൈ എടുക്കാതെ കാത്തു. ഒരർത്ഥത്തില് ഇത് തെറ്റാണ് മുത്തശ്ശി, വളരെ വലിയ തെറ്റ്. ഏയ്, അങ്ങനെയൊന്നും എന്റെ കുട്ടി സ്വയം കുറ്റപ്പെടുത്തണ്ട. കുറ്റം തന്നെയാ, എനിക്കത് നന്നായിട്ട് മനസ്സിലാവും. ഇനി ഇപ്പൊ നവീൻ വരും, ഈ വിവരങ്ങളൊക്കെ അറിയും. നവീൻ എന്റെ അടുത്തേക്ക് ഓടി വരുന്നത് കൃഷ്ണയെന്ന് വിളിച്ചുകൊണ്ടല്ല, ഗാഥയെന്ന് വിളിച്ചിട്ടാ. ഞാൻ ആരാണെന്ന് അറിയാതെയുള്ളൊരു സ്നേഹം, അതല്ലേ സത്യത്തില്. ആരും അവനോട് ഇതുവരെ പറഞ്ഞില്ലെന്നല്ലേ ഉള്ളൂ. ഞാനോ നന്ദനോ അവനോട് ഇങ്ങനൊരു കാര്യം പറയാമെങ്കില് അവൻ നിന്നെ തള്ളിക്കളയുന്നാണോ നീ വിചാരിക്കുന്നേ? അവൻ കൂടുതൽ ചേർത്ത് പിടിക്കുകയുള്ളൂ. അതോടെ ഗാഥ, സിത്താര എന്ന 2 പേര് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. സിത്താര മേഡത്തോട് ഞാൻ കാണിച്ചത് തെറ്റാണ്. അല്ല മോളെ, സിത്താര ചെയ്തതാ തെറ്റ്. സിത്താര കടം വാങ്ങാൻ ശ്രമിച്ചത് നിന്റെ യൗവനമാണ്, നിന്റെ മനസ്സാണ്. അതുകൊണ്ടാ ഇതിങ്ങനെയൊക്കെ വന്ന് അവസാനിച്ചത്. ഇനിയിപ്പോ മോള് വേറെ ഒന്നും ആലോചിക്കണ്ട. മോളും നവീനും നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞും മുന്നോട്ടുള്ള ജീവിതത്തിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കാവൂ. ഒന്ന് മനസ്സ് നിറഞ്ഞ് ചിരിക്കെന്റെ കുട്ടിയെ. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ആരോഗ്യവും ഐശ്വര്യവും എന്നൊക്കെ പറയുന്നതേ അമ്മയ്ക്കുണ്ടാവുന്ന സന്തോഷമാണെന്നേ. കേട്ടല്ലോ? മോളെ, ഇനി പാല്.